ബിസിനസ്സിന് ബിസിനസ് വളർച്ച ആവശ്യമോ? നമസ്കാരം, ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം. ഒരു ബിസിനസ്സിന് ബിസിനസ് വളർച്ച ആവശ്യമോ എന്ന വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഏതൊരു കമ്പനിയുടെയും ദീർഘകാല വിജയത്തിലും സുസ്ഥിരതയിലും ബിസിനസ് വളർച്ച ഒരു നിർണായക ഘടകമാണ്. ബിസിനസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വളർച്ചയെ മനസ്സിലാക്കുകയും മുൻഗണന നൽകുകയും ചെയ്യുന്നത് ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സംരംഭത്തെയും സ്തംഭനാവസ്ഥയിലോ പരാജയത്തിലോ ഉള്ള ഒരു സംരംഭത്തെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തും. വളർച്ച എന്നത് വരുമാനം വർദ്ധിപ്പിക്കുകയോ ഭൗതിക സാന്നിധ്യം വികസിപ്പിക്കുകയോ മാത്രമല്ല, വിപണി സ്ഥാനം മെച്ചപ്പെടുത്തുക, പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കുക, ബിസിനസ് വിശ്വാസ്യത വർദ്ധിപ്പിക്കുക, ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കുക എന്നത് ഒരു ഓപ്ഷനല്ല. മത്സരത്തിൽ മുന്നിൽ നിൽക്കാൻ കമ്പനികൾ നിരന്തരം പൊരുത്തപ്പെടുകയും നവീകരിക്കുകയും വേണം. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉപഭോക്തൃ ഏറ്റെടുക്കൽ, സാമ്പത്തിക ആരോഗ്യം, തന്ത്രപരമായ സ്ഥാനനിർണയം എന്നിവയുൾപ്പെടെ വിവിധ മാനങ്ങൾ പര്യവേഷണം ചെയ്തുകൊണ്ട് ബിസിനസ് വളർച്ച എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം. ബിസിനസ് വളർച്ചയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ കമ്പനികൾക്ക് വെല്ലുവിളികളെ മറികടക്കാനും അവസരങ്ങൾ പിടിച്ചെടുക്കാനും അവരുടെ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കാനും കഴിയും. മത്സരാധിഷ്ഠിതമായ ഒരു വിപണിയിൽ ഒരു കമ്പനിയുടെ പ്രതിരോധ ശേഷിക്കും പൊരുത്തപ്പെടലിനും വളർച്ച ഒരു മൂലക്കല്ലായി വർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി പരിണമിച്ചും വികസിപ്പിച്ചും പുതിയ അവസരങ്ങൾ നേടാനും വിപണി സ്ഥാനം ശക്തിപ്പെടുത്താനും നവീകരിക്കാനുമുള്ള ശേഷി വർദ്ധിപ്പിക്കാനും ബിസിനസ്സുകാർക്ക് കഴിയും. ബിസിനസ് വളർച്ചയുടെ സൂക്ഷ്മമായ നേട്ടങ്ങൾ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിലും നൂതനാശയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലും അതിൻ്റെ പങ്ക് എടുത്തു കാണിക്കുന്നു. വളർച്ച അടിസ്ഥാനപരമായി ഒരു കമ്പനിയുടെ വിപണിയിലെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ ഒരു ബിസിനസ്സിന് അതിൻ്റെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് കൂടുതൽ വരുമാനം നേടുക മാത്രമല്ല, എതിരാളികൾക്കെതിരെ അതിൻ്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, നിലവിലുള്ള വിപണികളിൽ കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറുന്നത് കമ്പനികൾക്ക് അവരുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ അനുവദിക്കുന്നു. ഇത് എതിരാളികൾക്ക് അവരുടെ പ്രദേശത്ത് അതിക്രമിച്ച് കടക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഉൽപ്പന്ന വാഗ്ദാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഈ വികാസം കൈവരിക്കാൻ നമുക്ക് കഴിയും. ഇവയെല്ലാം ശക്തമായ വിപണി സ്ഥാനത്തിന് സംഭാവന ചെയ്യുന്നു. ബിസിനസ് വളർച്ചയുടെ മറ്റൊരു പ്രധാന വശം പുതിയ ഉപഭോക്താക്കളിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവാണ്. ഭൂമിശാസ്ത്രപരമായോ ജനസംഖ്യാപരമായോ പുതിയ വിപണികളിലേക്ക് വികസിക്കുന്നത് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുകയും ഉപഭോക്തൃ അടിത്തറയെ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നു. വിപണിയിലെ ചാഞ്ചാട്ടത്തിനെതിരായ ഒരു സംരക്ഷണമാണ് ഈ വൈവിധ്യവൽക്കരണം. ഒരു ബിസിനസ് പ്രാദേശിക സാമ്പത്തിക മാന്ദ്യത്തിനോ ഉപഭോക്തൃ പെരുമാറ്റത്തിലെ മാറ്റത്തിനോ സാധ്യത കുറവാണ്. വിജയകരമായ കമ്പനികൾക്ക് തുടർച്ചയായി പുതിയ ഉപഭോക്തൃ വിഭാഗങ്ങൾ തേടുന്നതും അവയിലേക്ക് പ്രവേശിക്കുന്നതും സുസ്ഥിര വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന തന്ത്രമാണ്. വിജയകരമായ വളർച്ച യാദൃശ്യമായി സംഭവിക്കുന്നതല്ല. അതിന് ശ്രദ്ധാപൂർവമായ ആസൂത്രണവും നിർവഹണവും ആവശ്യമാണ്. ബിസിനസ് നേതാക്കൾ വ്യക്തമായ വളർച്ചാ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു ശക്തമായ ബിസിനസ് പ്ലാൻ വികസിപ്പിക്കണം.
ഈ വളർച്ചാ പദ്ധതി ചലനാത്മകമായിരിക്കണം. വിപണിയുടെ ഫീഡ്ബാക്കും പ്രകടന മെട്രിക്കുകളും അടിസ്ഥാനമാക്കി ക്രമീകരണങ്ങൾ അനുവദിക്കുക. ബിസിനസ്സിനെയും വ്യവസായത്തിൻ്റെയും തരം, ബിസിനസ്, അതിൻ്റെ വികസനത്തിലെ ഘട്ടം എന്നിവയെ ആശ്രയിച്ച് ബിസിനസ് വളർച്ചാ നിരക്കുകൾ വ്യത്യാസപ്പെടുന്നു. എന്നിരുന്നാലും പൊതുവെ ആരോഗ്യകരമായ വളർച്ചാ നിരക്ക് കമ്പനിക്ക് സുസ്ഥിരമായിരിക്കണം. വളർച്ച ഒരു കമ്പനിയുടെ വിശ്വാസ്യതയും പ്രശസ്തിയും വർദ്ധിപ്പിക്കുന്നു. വളരുന്ന ഒരു ബിസിനസ് പലപ്പോഴും വിജയകരവും വിശ്വസനീയവുമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് പുതിയ ഉപഭോക്താക്കളെയും നിക്ഷേപകരെയും പങ്കാളികളെയും ആകർഷിക്കും. മത്സരാധിഷ്ഠിത വ്യവസായങ്ങളിൽ ബിസിനസ് വിശ്വാസ്യത വളരെ പ്രധാനമാണ്. അവിടെ വിശ്വാസവും വിശ്വാസ്യതയും ഗണ്യമായ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കും. മാത്രമല്ല, ഒരു ഉറച്ച പ്രശസ്തി വിതരണക്കാരിൽ നിന്നും വായ്പ നൽകുന്നതിൽ നിന്നും കൂടുതൽ അനുകൂലമായ നിബന്ധനകൾക്ക് കാരണമാകും. ഇത് വളർച്ചാ ചക്രത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ബിസിനസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വളർച്ചയെ മനസ്സിലാക്കുകയും മുൻഗണന നൽകുകയും ചെയ്യുന്നത് ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സംരംഭത്തെയും സ്തംഭനാവസ്ഥയിലോ പരാജയത്തിലോ ഉള്ള ഒരു സംരംഭത്തെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തും. വളർച്ച എന്തുകൊണ്ട് അനിവാര്യമാണെന്ന് നമുക്ക് ഈ ബ്ലോഗിലൂടെ പരിശോധിക്കാം. ബിസിനസ് വളർച്ചയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പ്രയോജനപ്പെടുത്തുന്നതിലുള്ള കമ്പനികൾക്ക് വെല്ലുവിളികളെ മറികടക്കാനും അവസരങ്ങൾ പിടിച്ചെടുക്കാനും അവരുടെ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കാനും കഴിയും. ബിസിനസ് വളർച്ച പ്രധാനമാകുന്നതിൻ്റെ 12 കാരണങ്ങൾ ബിസിനസ് വളർച്ച പ്രധാനമാണെന്ന് വ്യക്തമായി തോന്നാമെങ്കിലും അതിൻ്റെ പ്രാധാന്യത്തിന് പിന്നിലെ കാരണങ്ങൾ കേവലം വികാസത്തിനപ്പുറമാണ്. മത്സരാധിഷ്ഠിതമായ ഒരു വിപണിയിൽ ഒരു കമ്പനിയുടെ പ്രതിരോധ ശേഷിക്കും പൊരുത്തപ്പെടുത്തലിനും വളർച്ച ഒരു മൂലക്കല്ലായി വർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി പരിണമിച്ചും വികസിപ്പിച്ചും പുതിയ അവസരങ്ങൾ തേടാനും വിപണി സ്ഥാനം ശക്തിപ്പെടുത്താനും നവീകരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും ബിസിനസ്സുകൾക്ക് കഴിയും. ഈ വിഭാഗത്തിൽ ബിസിനസ് വളർച്ചയുടെ സൂക്ഷ്മമായ നേട്ടങ്ങൾ ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മികച്ച പ്രതിഭകളെ ആകർഷിക്കുന്നതിലും നൂതനാശയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിലും അതിൻ്റെ പങ്ക് എടുത്തു കാണിക്കുന്നതിലൂടെ നമുക്ക് പര്യവേഷണം ചെയ്യാൻ കഴിയും. ആവശ്യമായ അടിത്തറകളില്ലാതെ വളരെ വേഗത്തിൽ വളരുന്ന കമ്പനികൾ പലപ്പോഴും പ്രവർത്തന പ്രശ്നങ്ങളും സാമ്പത്തിക അസ്ഥിരതയും നേരിടുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഏതൊരു ബിസിനസ്സിനും ഇന്ന് വളർച്ച അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിന് അനിവാര്യമായ വളർച്ച നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.